വ്യവസായ നഗരമായ കൊച്ചിയിൽ അനുദിനം അമ്പരചുംബികളായ കെട്ടിട സമുച്ചയങ്ങൾ ഉയരുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കണ്ണീരിലും വിയർപ്പിലുമാണ് ഇവ കെട്ടിപ്പൊക്കുന്നതും. മാധ്യമങ്ങൾക്ക് ഇവരുടെ പ്രശ്നങ്ങൾ വാർത്തയാവുന്നുമില്ല. പ്രസ് അക്കാദമിയിലെ ഒരു സംഘം മാധ്യമ വിദ്യാർത്ഥികൾ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് നടത്തിയ അന്വേഷണം. പശികെടുത്താൻ പോയി ഞങ്ങൾ ഹൃദയത്തിൻ വിശപ്പടക്കുവാൻ പോന്നു. ബോംബെയിലെയോ കൽക്കട്ടയിലെയോ ചേരി പ്രദേശമല്ല ഇത്. പകലന്തിയോളം പണിയെടുക്കുന്ന മറുനാടൻ തൊഴിലാളികൾ തലചായ്ക്കുന്നതാണ്. വികൃതമെങ്കിലും അതിഥികൾക്കെല്ലാം അമരലോകമിക്കിതവി ഞങ്ങൾക്കു നരകദേശവും. ഇതിനെക്കുറിച്ച് അധികാരികളുടെ ഭാഷ്യം ഇങ്ങനെയാണ്. അപകടത്തിൽ മരണപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ പൈസ കൈമാറുന്നതിന് കഴിഞ്ഞു. लेकिन वो आदमी का कोई जॉब कोई आदमी ऊपर से नीचे गिर जाता है, वो लोग मर जाता है, लेकिन उसके लिए उसका परिवार के लिए कुछ कीमत नहीं. നെറ്റ് സേഫ്റ്റി നെറ്റ് ഉപയോഗിക്കണം, ഹെൽമെറ്റ് ഉപയോഗിക്കണം. ലിഫ്റ്റില് അപ്പൊ ഓപ്പൺ സ്പേസ് പാടില്ല. നശിച്ചൊരീ നാട്ടിൽ അടുത്ത നാളൊരു കുടുന്ന ഈച്ചയും നടപ്പിതേ വിധം നശിച്ചൊരീ നാട്ടിൽ പുറത്തു തള്ളട്ടെ ഒരു മുറി വീടിപ്പുകയായി നാട്ടിൽ ശ്വസിച്ചതു ഞങ്ങൾ. പഠിച്ചുയരങ്ങളിലെത്താൻ സ്വപ്നം കാണേണ്ട കൗമാരത്തിൽ ജീവിതഭാരം തലയിലേറ്റേണ്ടി വന്നവരും ഇവർക്കിടയിലുണ്ട്. ഈ പണിയിടങ്ങളിലെ അപകടങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ഇവർ തളച്ചിടപ്പെട്ടിരിക്കുന്നു. വനങ്ങൾ കൂട്ടിനുള്ളലർവനങ്ങളല്ലറിയുന്നു ഞങ്ങൾ. അവമതിയോതി അടിച്ചു മേലാളരടിമകൾ പോലെ പണിയെടുപ്പിക്കാം. അവമതിയോതി അടിച്ചു മേലാളരടിമകൾ പോലെ പണിയെടുപ്പിക്കാം. വിപിനവല്ലികൾ പണമുയർത്തിയിടും അപകടങ്ങളായി പരിണമിച്ചിടാം. സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും നിയമവ്യവസ്ഥകളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇങ്ങനെ. കിടക്കാൻ സൗകര്യം കൊടുക്കണം. 10 തൊഴിലാളി ഉണ്ടെങ്കിൽ 6.5 സ്ക്വയർ മീറ്റർ കുറയാത്ത സ്ഥലം വെച്ച് ഓരോരുത്തർക്ക് താമസിക്കാൻ കൊടുക്കണം. ഫാമിലി ആണെങ്കിൽ 10 സ്ക്വയർ മീറ്റർ കുറയാത്ത സ്ഥലം കൊടുക്കണം. ലേഡീസ് ഉണ്ടെങ്കിൽ താമസിക്കാൻ സൗകര്യം കൊടുക്കണം. പിന്നെ റെസ്റ്റ് റൂംസ് കൊടുക്കണം. 25 സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഒരു ലാട്രിൻ വെച്ച് കൊടുക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ബോർഡ് വെച്ച് ലാട്രിൻ തിരിച്ച് കൊടുക്കണം. അവർക്ക് അവിടെ നിന്ന് അതുപോലെ അവരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ സംസ്ഥാനത്ത് നിന്ന് റിക്രൂട്ട് ചെയ്ത് പോരുന്ന തീയതി മുതൽ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നവരെ അവർ ഡ്യൂട്ടിയിലാണ്. ഈവൻ ആ വരുന്ന വഴി തൊഴിലാളി മരിച്ചാലും വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുമെന്നാണ് ആക്ട് പറയുന്നത്. എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണ്. കുഞ്ഞുനാൾ മുതൽ ചൊല്ലിപ്പറ്റി നമ്മൾ ഇവർക്ക് അവഗണന മാത്രമാണ് നൽകുന്നത്. വിരിഞ്ഞ മൃത്യുവിൻ പരാഗവുമേന്തി വിരിഞ്ഞു വന്നിടാം കൊതുക്കൾ ചുംബിപ്പാൻ. മലയാളിയുടെ ഭാഷയെയും സംസ്കാരത്തെയും കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചത്, लेकिन मलयालम जो लैंग्वेज है हम लोग को समझने वाला भी तो कोई नहीं है. एक ही भाषा जास्ती बोल रहा है केरला का आदमी हम लोग को. पूरा पटी पूरा मायरा. हाँ पूरा पटी पूरा मायरा. तो क्या भाषा हमको नहीं सोच समझते नहीं. हम लोग का जो लेबर यूनियन है वो लेबर यूनियन के साथ भी हम लोग नहीं मिल नहीं सकते. लेकिन अपना खुद आदमी कोई कुछ भी करेगा तो हम लोग को तो बाहर निकलेंगे. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ സ്വാധീനശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹരിച്ചു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അവരെ യൂണിയനൈസ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് മതിയായ പരിരക്ഷ ഉറപ്പുവരുത്തുക. ഈ കാര്യങ്ങളിൽ ഇനിയും നമുക്ക് ഏറെ മുന്നേറാനുണ്ടെന്നുള്ളതാണ് അവസ്ഥ. കരൾ ചരടുകൾ വലിച്ചു പൊട്ടിക്കാം ഇരുട്ടിലുറ്റവരുടെ നിലവുകൾ. നിറഞ്ഞിരിക്കിലും ദരിദ്രമീ രാജ്യം, നിറഞ്ഞിരിക്കിലും വികൃതമെങ്കിലും അതിഥികൾക്കെല്ലാം അമരലോകമി ഇതവി ഞങ്ങൾക്കു നരകദേശവും.